ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ സെയിലിന് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുറക്കുന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പെറ്റ്സുകൾ ഏതെങ്കിലുമൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരിക. നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ വീഡിയോസ് അയച്ചു തരുമ്പോൾ അതിൻ്റെ റേറ്റ്, നിങ്ങളുടെ സ്ഥലം, അതുപോലെ അയച്ചു തരുന്ന പെറ്റ്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ, അതിൻ്റെ ഏജ്, മെയിലോ ഫീമെയിലോ, അതൊക്കെ ഒന്ന് വീഡിയോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു തരുമ്പോൾ സെൻഡ് ചെയ്തിടാം. റിപ്ലൈ ചിലപ്പോൾ വീഡിയോ നമ്മൾ എഡിറ്റ് അപ്ലോഡ് ചെയ്യുന്ന ടൈമായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നത്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഇതേപോലെ വീഡിയോ എടുത്തയക്കുക. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, റിപ്ലൈ നോക്കരുത്. അപ്പോൾ നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് ചാലക്കുടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പ്രാവുകൾ പീസ് റേറ്റ് 200 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നേരത്തെ കാണിച്ച പ്രാവുകൾ 6 പ്രാവുകൾ കൊടുക്കാണ്ട് നല്ല ബൂട്ട് ക്വാളിറ്റിക്കുള്ള പ്രാവുകൾ പീസ് റേറ്റ് 200 രൂപ. അതേപോലെ 3 ജോഡി ഫിഞ്ചസാണ്, 3 ജോഡിയാണ്, 6 എണ്ണം ഒരുമിച്ച് കൊടുക്കുള്ളൂ. 800 രൂപയാണ് 6 എണ്ണം കൂടി ചോദിക്കുന്നുള്ളൂ. 3 ജോഡിയാണ്, 3 മെയിലും 3 ഫീമെയിലും. അപ്പോൾ 6 ഫിഞ്ചസ് 800 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അതേപോലെ 6 പ്രാവുകൾ പീസ് റേറ്റ് 200 വെച്ച് നല്ല ബൂട്ട് ക്വാളിറ്റിയുള്ള പ്രാവുകളും. ചാലക്കുടിയാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് 2 പോത്തുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. മലപ്പുറം പുത്തനത്താണിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു വലിയ പോത്തും അതേപോലെ തന്നെ വലിയ പോത്തിന് ചോദിക്കുന്നത് 92,000 രൂപയാണ് ചോദിക്കുന്നത്. ഈ വലുതിന് 3 വയസ്സ് പ്രായമുണ്ട്. 92,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതേപോലെ ഒരു ചെറിയ പോത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്നത് 25,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം പുത്തനത്താണിയാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ലാബിൻ്റെ 2 ഫീമെയിൽ പപ്പീസാണ് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് ചോദിക്കുന്ന റേറ്റ് 5,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഒരു പപ്പിയുടെ റേറ്റ് 5,000 രൂപയാണ് ചോദിക്കുന്നത്. ഫീമെയിൽ പപ്പീസ് 2 എണ്ണം. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലാബിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. 5,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നുള്ളൂ. ഫീമെയിൽ പപ്പീസ് മാത്രം കൊടുക്കാനുള്ളൂ ഇവിടെ, 2 പപ്പീസ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഡോബർമാൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഡോബർമാൻ്റെ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് 8,000 രൂപയാണ് ചോദിക്കുന്നത്. ആ പേരൻസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പേരൻസാണ് വന്നിരിക്കുന്നത്, നല്ല അടിപൊളി പപ്പീസും. അപ്പോൾ 8,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പപ്പീസിന് എടുക്കാൻ താല്പര്യമെന്ന് വെച്ചാൽ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുക. റേറ്റും കാര്യങ്ങളൊക്കെ. അഞ്ചാമതായിട്ട് നമുക്ക് കുറച്ച് പ്രാവുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ചാവറയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നാടൻ പ്രാവുകളും അതേപോലെ തന്നെ ക്രോസ് പ്രാവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നാടൻ പ്രാവിന് 100 രൂപയും ക്രോസ് പ്രാവുകൾക്ക് 200 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലം ചാവറയാണ് ലൊക്കേഷൻ. അപ്പോൾ ഈ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരെ വിളിക്കാവുന്നതാണ്. പീസ് റേറ്റ് 100 രൂപയും അതുപോലെ ക്രോസ് പ്രാവുകൾക്ക് 200 രൂപയാണ് ചോദിക്കുന്നത്. ആറാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. പേർഷ്യൻ ക്യാറ്റാണ് വന്നിരിക്കുന്നത്. ഫീമെയിലാണ്. ഇതിന് പ്രായം വന്നിരിക്കുന്നത് 7 മാസമാണ് പ്രായം വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 7,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ 7 മാസം പ്രായമായ ഫീമെയിൽ ക്യാറ്റാണ് വന്നിരിക്കുന്നത്. 7,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ വീഡിയോയുടെ സീരിയൽ നമ്പർ ഡിസൈൻസിൽ യൂട്യൂബിൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് 5 കോക്ടെയിലിൻ്റെ ചിക്സാണ് വന്നിരിക്കുന്നത്. 3
പേളും അതേപോലെ തന്നെ ഒരു 2 ലുട്ടിനോയാണ് വന്നിരിക്കുന്നത്. അതേപോലെ 4 എണ്ണത്തിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 3 മാസമാണ് പ്രായം വന്നിരിക്കുന്നത്. 3 പേളുടെയും 1 ലുട്ടിനോയുടെയും പ്രായം വന്നിരിക്കുന്നത് 3 മാസമാണ്. അതേപോലെ 1 ലുട്ടിനോയുടെ പ്രായം വന്നിരിക്കുന്നത് 8 മാസമാണ്. 5 എണ്ണം കൂടി 6000 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഒരു ജോഡി ആഫ്രിക്കൻ ലവ് ബേർഡ് ഇപ്പോൾ എഗ് ചെയ്തിരിക്കുന്നതാണ്. ഈ ആഫ്രിക്കൻ ലവ് ബേർഡും അതേപോലെ ഈ കേജ് അടക്കം 4000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോയമ്പത്തൂരാണ്. ട്രാൻസ്പോർട്ടേഷൻ പാലക്കാട് വരെയാണ് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ആഫ്രിക്കൻ ലവ് ബേർഡ് ബ്രീഡിംഗ് പെയറും അതുപോലെ ഈ കേജ് അടക്കം 4000 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് അവിടെ നിന്ന് തന്നെ വന്നിരിക്കുന്നത് ഒരു ടേംഡ് ആയിട്ടുള്ള കോക്ടെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 2500 രൂപയാണ്. ഈ കോക്ടെയിലിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ഫുള്ളി ടേംഡ് ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം പാലക്കാട് വരെ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രീഡിംഗ് പെയർ ഹിപ്പിയും അതേപോലെ തന്നെ ഒരു 4-5 കള്ളിയായ ഒരു സെമി അഡൾട്ട് പെയറും. അപ്പോൾ 2 പെയർ കൂടിയാണ് 1900 പറയുന്നത്. റേറ്റ് പറയുന്നത് 1900. 4 ഹിപ്പി 1900. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഹിപ്പീസാണ് വന്നിരിക്കുന്നത്. ഒരു അഡൾട്ട് പെയറും അതേപോലെ ഇത് വന്നിരിക്കുന്നത് 4-5 കള്ളി ഏകദേശം 4-5 കള്ളിയായ പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 4 എണ്ണത്തിന് കൂടിയാണ് 1900 രൂപ ചോദിക്കുന്നത്. നല്ല അടിപൊളി ഹെയർ ക്വാളിറ്റി ഉള്ളതാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുന്ന് ചൈനീസ് ഔള് സാറ്റിൻ വന്നിട്ടുണ്ട്. അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഹിപ്പിയും ചൈനീസ് ഔള് സാറ്റി 3 ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റ് കുറച്ച് തരുന്നതായിരിക്കും. അടുത്ത് വന്നിരിക്കുന്നത് ചൈനീസ് ഔളാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1900 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ബേഡിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ താല്പര്യമാണ് ഡയറക്റ്റ് ബ്രീഡറെ അടുത്ത് റേറ്റും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ വിളിച്ച് ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുക. ചൈനീസ് ഔളിന് 1900 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. അതുപോലെ സാറ്റിക്കും 1900 റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ അഡൾട്ട് പെയറാണ് വന്നിരിക്കുന്നത്. സാറ്റും ചൈനീസ് ഔള് അതുപോലെ ഹിപ്പിയുടെ ഒരു ബ്രീഡിംഗ് പെയറും പിന്നെ 2 സെമി അഡൾട്ടും കൊടുക്കാനുണ്ട് 4 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേതെങ്കിലും പെയറൊക്കെ എടുക്കാൻ താല്പര്യമാണ് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക റേറ്റും കാര്യങ്ങളൊക്കെ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഒരു ജോഡി ഫാൻറ്റെയിലാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഫാൻറ്റെയിൽ. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാഹിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ ഫാൻറ്റെയിലാണ് വന്നിരിക്കുന്നത്. 1000 രൂപ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. 11ാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് അമേരിക്കൻ ഫാൻറ്റെയിൽസ് ആണ്. 15ഓളം പീസുകളൂടെ കൊടുക്കാനുണ്ട് അമേരിക്കൻ ഫാൻറ്റെയിൽസ്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള അമേരിക്കൻ ഫാൻറ്റെയിൽസ്. ടെയിൽ ലെങ്ത്തും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള അമേരിക്കൻ ഫാൻറ്റെയിൽസ്. പല കളർ കോമ്പിനേഷനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പെയറിന് റേറ്റ് വരുന്നത് 2500 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത്. 15ഓളം പീസ് കൊടുക്കാനുണ്ട് ഇവിടെ. ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴയാണ്. നല്ല അടിപൊളി റെഡ് കളർ കോമ്പിനേഷനുള്ള ഫാൻറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അമേരിക്കൻ ഫാൻറ്റെയിൽസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ എല്ലാ ബ്രീഡേഴ്സിൻ്റെയും നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോയുടെ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസൊക്കെ വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാം. അതിൻ്റെ റേറ്റും കാര്യങ്ങളും അവരുടെ പ്ലേസൊക്കെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി 2 കിറ്റൺസാണ് വന്നിരിക്കുന്നത്. സെമി പഞ്ചാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ മെയിലുണ്ട് ഫീമെയിലുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 3000 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ചോദിക്കുന്നുള്ളൂ. സെമി പഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3000 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ്. രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 5000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി കിറ്റാണ് സാർ വന്നിരിക്കുന്നത് സെമി പഞ്ചിൻ്റെ. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലമാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ സെമി പഞ്ചിൻ്റെ കിറ്റൻസൊക്കെ നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. 3000 രൂപയാണ് വന്നിട്ടുള്ളൂ. രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 5000 രൂപയാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കൊല്ലാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ ഒരു 75% ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നല്ല സപ്പോർട്ടാണ്. നമ്മുടെ വീഡിയോസ് നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുകയും വീഡിയോസിന് നല്ല കമൻറ്റ് ചെയ്യുകയും അതേപോലെ നമ്മുടെ വീഡിയോസ് മാക്സിമം ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാരണമാണ് സെയിൽ നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ സെയിൽ നടക്കുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. നോർമൽ റേറ്റ് പറയുന്ന എല്ലാവർക്കും സെയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കൊറോണയുടെ ടൈമിലുള്ള റേറ്റും അതേപോലെ തന്നെ കൊറോണയുടെ ടൈമിലാണ് നമ്മൾ ബ്രീഡിംഗ് ഒക്കെ തുടങ്ങി. ആ സമയത്തെ റേറ്റൊക്കെ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ സെയിൽ നടക്കില്ല. കാരണം പെറ്റ്സിൻ്റെയൊക്കെ റേറ്റ് ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെയുണ്ട്. കൊറോണയ്ക്ക് മുന്നുള്ള റേറ്റ് എങ്ങനെയാണോ ആ റേറ്റിൽ തന്നെയാണ് പെറ്റ്സിനൊക്കെ ഇപ്പോൾ സെയിൽ നടക്കുന്നത്. കൊറോണയുടെ റേറ്റ് ആരും പ്രതീക്ഷിച്ചിരിക്കരുത്. ആ റേറ്റിക്കൊന്നും ഇനി പെറ്റ്സിൻ്റെ റേറ്റുകൾ എത്തില്ല. അതിന് തൊട്ട് മുന്നേ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ റേറ്റൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യുമ്പോൾ ആ റേറ്റൊക്കെ നോക്കുക നിങ്ങൾക്ക് സെയിൽ നടക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയക്കുക. അതേപോലെ ആ പെറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ നിങ്ങളുടെ പ്ലേസൊക്കെ അയക്കാൻ മറക്കരുത്.